ഗുഡ് മോർണിംഗ്. അപ്പോൾ നോക്കിയേ, ഇതാ അവിടെ ഫസ്റ്റ് സ്നോ പെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അത് രാവിലെ എണീറ്റപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. എവിടെന്നോ 2 പട്ടിക്കുട്ടികൾ ഇവിടെ നമ്മളെ വീടിൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ സെമി അത് കണ്ട് പേടിച്ചോടി വരികയാണ്. പട്ടിന് പേടിച്ചോടി പിന്നെ രാവിലെ ഏതായാലും ഒരു കട്ടനെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. നാട്ടിൽ പോയതിന് ശേഷമാണ് എനിക്ക് ഈ ശീലം തുടങ്ങിയത്. ഞാനിത് കംപ്ലീറ്റ് ഒഴിവാക്കിയായിരുന്നു. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ടീ അഡിക്റ്റായ എൻ്റെ പ്രശ്നം അറിയോ, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എന്നാലും തടി കൂടിയത് കൊണ്ട് ഇനി ഞാനൊന്ന് കൺട്രോൾ ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ച് ഇനി കുറച്ച് ദിവസം കൂടി അല്ലേന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നാണ്. ഇനി എന്തായാലും സ്റ്റോപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ദേ ഞാൻ ക്രൊസോനും പിന്നെ നമ്മളെ എഗ് ആൻഡ് ചീസ് മഫിൻ, എൻ്റെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെ ആയിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ എഗ് ആൻഡ് ചീസ് മഫിൻ. ഞങ്ങൾ ടിമോട്ടൻസ് പോവുകയാണെങ്കിലും വാങ്ങിക്കാറ് തന്നെയാണ്. പുറത്ത് നല്ല മഞ്ഞ് പെയ്തിട്ടുണ്ട്, പക്ഷെ ഹെവി സ്നോ ഒന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, ഫസ്റ്റ് സ്നോ ആണ്. ഞാൻ സ്നോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് മഞ്ഞ് കാണുന്നത് ഇഷ്ടമാണ്, പക്ഷെ അത് കണ്ടിന്യൂസ് നമുക്കിങ്ങനെ കാണുമ്പോൾ വീടിനകത്തിരിക്കുന്നതുകൊണ്ടാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊക്കെ തന്നെയാണ്, പക്ഷെ ഭയങ്കര ഹെവി സ്നോ ഒക്കെ ആവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാനിപ്പോൾ വീട്ടിനകത്തായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, ഇടയ്ക്കൊന്ന് പുറത്തു പോവും, അത്രയല്ലേ ഉള്ളൂ. വീടിനകത്ത് നമ്മൾ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തണുപ്പ് അറിയില്ല, പുറത്താണെങ്കിലേ അറിയുള്ളൂ. ഇത് നോക്കിയേ, ഈ തൈ ഇത് കറിവേപ്പും തൈയാണ്. നമ്മളെ നൈബർ നാട്ടിൽ പോയി എന്ന് പറഞ്ഞില്ല, അപ്പോൾ ആൻറ്റി എൻ്റെ കൈ തന്നെയാണ്. ഇത് വീക്കിലി വൺസ് യോഗട്ട് കലക്കി വെള്ളം നനച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ നോക്കിയാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ പേടിച്ചിരുന്നേ, ഇത് ഉണങ്ങിപ്പോയാൽ തീർന്നല്ലോ. എൻ്റെ ഡിറ്റർജൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹാൻഡ് വാഷ്. അപ്പോൾ ആ ലിക്വിഡൊന്ന് ഒഴിച്ചു വെക്കാനുണ്ട്. അപ്പോൾ രാവിലത്തെ പണികൾ ഇതാ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫ്രഷ് ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വെറുതെ കുറച്ച് നേരം വെറുതെ ഇങ്ങനെ ഇരിക്കും. പിന്നെ ടാനി എണീറ്റിട്ടാണ് എൻ്റെ മെയിൻ പരിപാടികളൊക്കെ തുടങ്ങാറ് കേട്ടോ. കുറച്ച് സമയമേ ഉള്ളൂ, അത് കഴിഞ്ഞപ്പോൾ അവൻ എണീക്കാൻ സമയമാവും. അവൻ അധികം നേരമൊന്നും അങ്ങനെ ഇരിക്കാറില്ല. അപ്പോൾ ഞാനിത് ഇന്നലെ രാത്രി ഉണക്കാൻ വെച്ച സംഭവങ്ങളൊക്കെയാണ്. ഇനി രാവിലെ എനിക്കിങ്ങനെ കിച്ചൺ മെസ്സായി കിടക്കണം ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഡിഷ് വാഷറും അതുപോലെ എല്ലാം ക്ലീൻ ആക്കിയിടുവേ. ഡിഷ് വാഷറിൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കും. അങ്ങനെ ചെറിയ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്യാകുമ്പോഴാണല്ലോ ഒരു സുഖം. പറഞ്ഞു തീർന്നില്ലതാ, ഇയാളെ എണീറ്റ് വന്നിട്ടുണ്ട്. ടാനീനെ കുളിപ്പിച്ചു, ഫ്രഷ് ആക്കിയിട്ട് ഇതാ ഞാൻ അവനുള്ള ഫുഡ് കൊടുക്കുകയാണ്. അവന് ഞാനിതാ കസ്റ്റേർഡാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതിൽ എഗ്ഗ് ഉണ്ട്, പിന്നെ നമ്മളെ കസ്റ്റേർഡ് പൗഡർ ഇല്ല വാനിലയുടെ, അതും മിൽക്കും കൂടി ചേർത്ത് നന്നായി കുറുക്കിയെടുത്താണ്. ഇത് അവന് ഇഷ്ടമാണ്. പിന്നെ രാവിലെ മുട്ടയും കൂടി ഉള്ളതുകൊണ്ട് നല്ലതല്ലേ വിചാരിച്ചിട്ട് കൊടുക്കുന്നതാണ്. ചൂടാണെന്നാണ് കേട്ടോ ടാനി പറയുന്നത്. വാവ്, യമ്മി. യമ്മിയാണോ? ആ ചാച്ചട്ടരാ അങ്ങോട്ട് നോക്കിയേ. എപ്പോഴും വൃത്തികേടായി കിടക്കുന്ന ഒരേ ഒരു സ്ഥലം കിച്ചണാണ്. ഇനിയിപ്പോൾ ടാനി കഴിക്കുന്നതാണെങ്കിലും താഴെ വീഴുന്നതോ എല്ലാം ഇവിടെ ഫ്ലോറിലുണ്ടാവും. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. ഇതിപ്പോൾ ഞാൻ ഡെയിലി എന്ന് വെച്ചാൽ ക്ലീൻ ആക്കുന്നുണ്ട്. ഇതിലെ വെള്ളം ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട്. 1 മാസത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു വെച്ചത്. അത് നമ്മളെപ്പോഴും ക്ലീൻ ആക്കണോണ്ട് തന്നെ തോന്നുന്നത് അത് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. എന്താ കഴിക്കുന്നത്? ചോക്ലേറ്റ് ആണോ? ചോക്ലേറ്റ് പറഞ്ഞേ. ചോക്ലേറ്റ് എങ്ങനെ? ചോക്ലേറ്റ് മുട്ടായി പറഞ്ഞ മമ്മ മുട്ടായി. ഫിനിഷ്. അപ്പോഴേക്കും സെമി എത്തിയിട്ടുണ്ട്. ജോലിക്ക് ഏതായാലും ഒന്ന് നേരത്തെ പോയതായിരുന്നു. പിന്നെ സ്നോ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് കുറച്ച് പേഷ്യൻറ്റിനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ സെമി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഫ്രണ്ടിലൊക്കെ ഒന്ന് പുറത്തിറങ്ങാം. ഇനി നമുക്ക് പുറത്തിറങ്ങിയിട്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ. സ്നോ ശരിയാക്കാനുണ്ട്. നമ്മൾ ഫ്രണ്ട് ഏരിയയിലും ബാക്ക് ഏരിയയിൽ ഏതായാലും നോക്കുന്നില്ല. അപ്പോൾ ഫ്രണ്ട് ഏരിയയിലുള്ള മഞ്ഞൊക്കെ ഒന്ന് നീക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളും പുറത്തിറങ്ങാം. ടാനിനെ ഒന്ന് സ്നോയിൽ പുറത്തിറക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്.
ഡാനി, ഞാൻ ഗ്ലൗസ് ഇടാത്തോണ്ട് എന്റെ കയ്യിൽ തണുക്കുന്നുണ്ട്. ഇവിടുത്തെ ഫസ്റ്റ് സ്നോ ആണ്. ഡാനി സെമി പണിയിൽ ഇറങ്ങിയിട്ടുണ്ടേ ഇവിടെ മഞ്ഞ് കോരാന്. ഗ്ലൗസ് ഇടാതൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. ഡാനി ഡാനിനെ പുറത്തിറക്കാൻ നേരത്താണ് കേട്ടോ മനസ്സിലായത് അവന് ഗ്ലൗസ് മിസ്സായിക്കണം എന്നുള്ളത്. അപ്പം അവൻ്റെ ഒരു കയ്യിലത്തെ ഗ്ലൗസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇടത് കയ്യിലുള്ള ഗ്ലൗസ് ഞാൻ എൻ്റെത് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അതാണ് അവന് കൈ വെക്കാൻ പറ്റുന്നില്ല നിലത്ത്. അതാണ് അവന് അതും വെച്ച് ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. വാ വാ ഇവിടെ അങ്ങനെ നിന്ന് കളിച്ചോട്ടാ. ഇന്ന് സ്നോ അത്ര അധികം ഇല്ല കേട്ടോ, കുറച്ച് കുറവ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ക്ലീൻ ആക്കാൻ സുഖമാണ്. ഇപ്പോൾ ഫസ്റ്റത്തെ സ്നോ നമ്മൾ ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും സ്നോ പെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ അതാണ് വേഗം നമ്മൾ ഇന്ന് തന്നെ സ്നോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചത്. ടാനി എടുക്കാം. ടാനി ഓ മഞ്ഞ് കോരാൻ പോവാ. നല്ല തണുപ്പും ഒടുക്കത്തെ കാറ്റുണ്ട്. ടാനി പറന്നു പോണ രീതിയിലുള്ള കാറ്റുണ്ട്. അവന് മഞ്ഞ് നീക്കുന്ന സാധനം വെച്ചിട്ട് ഇറങ്ങുകയാണ്. അവൻ്റെ വിചാരം അവൻ വലിയ ആളയക്കുന്നു എന്നുള്ള രീതിയിലാണ് അവൻ ചെയ്യുന്നത്. സെമി അപ്പുറത്ത് ചെയ്യുന്നത് പോലെ അവനും ചെയ്യുന്നുണ്ട്. ടാനിക്കൊരു വിൻ്റർ ആക്ടിവിറ്റിയും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവന് കളിക്കുന്ന ഇതുപോലത്തെ സാധനം വാങ്ങിച്ചായിരുന്നു. ലാസ്റ്റ് വിൻ്ററിൽ വാങ്ങിച്ചായിരുന്നു. അന്ന് അവൻ കുട്ടിയായിരുന്നല്ലോ. അപ്പോൾ അത് എന്താണ് ഉപയോഗം എന്നൊന്നും അവനറിയില്ല. ഇപ്പോൾ ഇത്തവണ അവൻ ഇതെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പണിയെടുക്കാൻ. കാറ്റിന് പറക്കണ്ട. മഞ്ഞ് പോരാനൊക്കെ ആയോ ടാനി? അല്ല പട്ടിക്കുട്ടിയാണോ? അവര് ഇല അവര് ഇല കോരി വെച്ച് നോക്കിയേ. പോവാ വീട്ടിൽ പോവാ. അത്ത് പോവാ പോവാ. നോ തണുക്കണില്ലേ? കോൾഡ്? ടാനിക്ക് കോൾഡ് ഉണ്ടോ? തണുക്കുണ്ടോ? സ്നോ ഉണ്ട് ടാനി. സ്നോ സ്നോ നീക്കുവാണോ? ടാനി ബൈ ബൈ. മൈൻഡ് പോലുമില്ല.
ഞാൻ ഓടിച്ചാടി ഇതാ വീടിനകത്ത് കയറിയിട്ടുണ്ട്. അവർ രണ്ടുപേരും പുറത്തുണ്ട്. ഞാൻ ഏതായാലും ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ സിമ്പിൾ പെട്ടെന്ന് പരിപാടി കഴിയുന്നത് തന്നെയാണ് കുക്കർ മന്തി. അത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. സെമി നല്ല വിശക്കുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ, അത് വിചാരിച്ചിട്ട് ഇതാ ഞാൻ നമ്മളെ ഗോൾഡൻ സെല്ല ബസ്മതി റൈസില്ലേ അത് വാങ്ങിച്ചു വെക്കാറാണ്. ഇതുപോലെ വലിയൊരു ചാക്കന്നെ വാങ്ങിച്ചു വെക്കും. 5 kg ആണ് കേട്ടോ. നമുക്കിങ്ങനെ കുറച്ച് റൈസായിട്ട് കിട്ടൂല, ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ ഇതേതായാലും നമുക്കിവിടെ ചിലവുള്ള കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വാങ്ങിക്കാറാണ്. അപ്പോൾ ഞാൻ അരി കുറച്ച് നേരം വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ കുറച്ച് എൻ്റെ പണികളിലോട്ട് ചെയ്യുന്നത്. അപ്പോൾ കുക്കറിലായതുകൊണ്ട് തന്നെ സിമ്പിളാണല്ലോ. ചിക്കൻ ഞങ്ങൾ ഇതുപോലെ കുറച്ച് കൂടുതൽ വാങ്ങിച്ച് വെക്കാറാണ്. നമുക്കിവിടെ ഫ്രീസർ ഉള്ളതുകൊണ്ട് തന്നെ ഞാനിതുപോലെ സിപ്ലോ കവറിലാക്കിയിട്ട് ഓരോരോ പോർഷനാക്കി വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയല്ലോ. പിന്നെ ഏതായാലും ഞാൻ ചിക്കൻ കുറച്ച് മുന്നേ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ സ്കിന്ന് കളയാത്തതാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യണം. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിനോട്ടുള്ള സ്പൈസസ് എനിക്ക് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ കഴുകുകയാണെങ്കിൽ കുറേ നേരം വെച്ച് കഴുകും. എനിക്ക് ഇവിടുത്തെ നെയ്യ് ഭയങ്കര കൂടുതലാണ് ചിക്കനിൽ. അപ്പോൾ അത് കയ്യിലാവുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടാണ് ചെയ്യാറ്. ഇന്ന് ഞാൻ മറന്നുപോയതാണ് കേട്ടോ ഗ്ലൗസ് ഇടാൻ. പിന്നെ ചിക്കൻ കട്ട് ചെയ്യാൻ ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നുമല്ല. എനിക്ക് സെമിയാണ് അധികം വെട്ടി തരാറുള്ളത്. ഞാൻ ഇങ്ങനത്തെ എമർജൻസി സിറ്റുവേഷൻസിൽ മാത്രമേ ഞാൻ കട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നൈസിൽ സെമിയുടെ തലയിലോട്ട് ഇടാറാണ്. മന്തി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം മന്തിയാണ്. ഇവിടെ സെമിക്ക് വലിയ താല്പര്യമില്ല. ബിരിയാണിയാണ് സെമിക്ക് ഒന്നുകൂടി ഇഷ്ടം. അപ്പം മന്തി കുറവാണ്. പിന്നെ സെമിയുടെ സിസ്റ്റർ മോനുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കിങ്സ്റ്റണിലുണ്ടെന്ന് പറയാറുണ്ടല്ലോ. അവൻ എൻ്റെ വ്ളോഗിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് മന്തി. അപ്പോൾ അവൻ വരുമ്പോഴാണ് ഞാൻ പിന്നെയും മന്തി ഉണ്ടാക്കാറ്. പിന്നെ നമ്മളെ ഫ്രണ്ട്സ് വരികയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അല്ലാതെ ഞാൻ എപ്പോഴും മന്തി ഉണ്ടാക്കാറില്ല. ഞാൻ എപ്പോഴും ക്യാപ്സിക്കം ഇടാറില്ല കേട്ടോ. ക്യാപ്സിക്കം അല്ലെങ്കിൽ ബെൽ പെപ്പർ. ഇവിടെയൊക്കെ ബെൽ പെപ്പർ എന്നാണ് ക്യാപ്സിക്കത്തിൽ അല്ല പറയാറ്. നമ്മളെ നാട്ടിൽ നമ്മൾ ക്യാപ്സിക്കം എന്നാണല്ലോ പറയാറ്. അപ്പോൾ അതൊക്കെ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ അരിക്കുള്ള വെള്ളം ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ ഇതാ ടാനിയുടെ കുറുമ്പും നടക്കുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഞ്ഞായപ്പോഴേ പുറത്ത് അകത്ത് കയറാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ കുറേ നേരം നമുക്ക് എന്തായാലും അവനെ പുറത്തിടാൻ പറ്റില്ല. കാരണം അവന് പ്രോപ്പർ ഗ്ലൗസ് ഇല്ല, മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഇതാ ഞാൻ സ്പൈസസ് ഇടുന്നുണ്ട്. ഉണക്ക നാരങ്ങ, പിന്നെ അതുപോലെ ബേ ലീഫ്, കറുവപ്പട്ട, അങ്ങനത്തെ ഏലക്ക, കറാമ്പൂ, അങ്ങനത്തെ സംഭവങ്ങളും എല്ലാം ഇട്ടിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കും. എന്നിട്ട് അരി ഊറ്റിയെടുക്കാറാണ്. പിന്നെ ഇതാ ഞാൻ ചിക്കനിലോട്ടുള്ള മസാലയ്ക്ക് ഞാൻ സ്പൈസസ് ഇങ്ങനെ ചതച്ചിടാറാണ്. ആദ്യമൊക്കെ ഞാൻ മിക്സിയിൽ പൊടിച്ചിടുമായിരുന്നേ. ഇപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ മടിയുള്ള സമയങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെ ചതച്ചിടാറാണ് പതിവ്. പക്ഷേ എനിക്ക് ചതച്ചിട്ട് വിചാരിച്ചിട്ട് അത്ര ഫ്ലേവർ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അരി ഏതായാലും ഞാൻ വേവിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിനിടയിൽ തന്നെ മസാല പ്രിപ്പയർ ചെയ്യണം. എന്നാലേ പണികൾ പെട്ടെന്ന് തീരുള്ളൂ. അപ്പോൾ ഇനി എനിക്ക് എന്തായാലും ഇന്ന് വലിയ പണികളൊന്നുമില്ല. അടിക്കാനും തുടക്കാനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്ര വലിയ പണിയൊന്നുമില്ല. കുക്ക് ചെയ്യാൻ തന്നെ ഉള്ളൂ. പിന്നെ ടാനിയുടെ ഫുഡ് വേറെ ഇന്ന് അവന് മന്തി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. മന്തി കഴിക്കുന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും ടാനിക്ക്. അവന് ഇതിലെ ചിക്കൻ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ആൾ കഴിച്ചോളും എന്നുള്ള ഒരു സമാധാനത്തിലിരിക്കുകയാണ് ഞാൻ. ഇതിൽ ഞാനിതാ ചിക്കൻ ഇട്ടിട്ടുണ്ട്, അതുപോലെ ബെൽ പെപ്പർ ഇട്ടു, പിന്നെ ഇതാ സ്പൈസസ് ഉണ്ടല്ലോ അത് ചതച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ടു. പിന്നെ കുറച്ച് കറുവപ്പട്ടയുടെ പൊടി ഉണ്ടായിരുന്നു, അതിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ മാഗി ക്യൂബ് ഇടുന്നുണ്ട്. ചിക്കൻ്റെ മാഗി ക്യൂബ് ഇട്ടിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കും. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. പക്ഷെ ഞാൻ
കുറച്ച് കൂടുതൽ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ കുറച്ച് കൂടുതലായിപ്പോയേ. അപ്പോൾ ഓയിലും കൂടി ഒഴിച്ച് കുറച്ച് ഉപ്പും പിന്നെ നമ്മളെ പെപ്പർ ഉണ്ടല്ലോ, പെപ്പറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. എനിക്കിത് പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്ത് വെക്കുന്നില്ല. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ റൈസ് ഉണ്ടല്ലോ, റൈസ് നേരെ ഇട്ടാൽ മതി. വേറൊന്നും ചെയ്യാനില്ല. ചിക്കൻ കുക്ക് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. ഒരു വിസിൽ വന്നാൽ മതി. ഈ ഒരു വിസിലിൽ ചിക്കൻ നല്ലോണം ഈ പ്രഷർ കൊണ്ട് അടിയിൽ കിടന്നിട്ട് ഈ ഓയിലുണ്ടല്ലോ അതിൽ കിടന്ന് നല്ലോണം കുക്കായിക്കോളും. പിന്നെ നമ്മൾ ഈ റൈസും കൂടി മുകളിലിടുമ്പോൾ ഈ ചിക്കനിൽ വരുന്ന സ്റ്റോക്ക് കംപ്ലീറ്റ് റൈസിലോട്ട് പിടിക്കും. അപ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ വരും. പിന്നെ ഇതിന് നമുക്ക് ചാർക്കോൾ വേണമെങ്കിൽ ചെയ്യാം. എനിക്കിപ്പോൾ ഇവിടെ എൻ്റെ ഗ്യാസ് ഇൻഡക്ഷനാണ്, അപ്പോൾ ചാർക്കോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് തക്കാളി പ്യൂരി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. തക്കാളി, ബെൽ പെപ്പർ, അതുപോലെ പച്ചമുളക്, മല്ലിയില അതെല്ലാം കൂടി ചേർത്ത് കുറച്ച് വിനെഗറും ഉപ്പും കൂടി ഒഴിച്ച് ഇതുപോലെ ഒരു പേസ്റ്റാക്കി വെക്കും. എനിക്ക് മന്തിക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം തന്നെയാണ് ഇത്. അപ്പോൾ ഇതെപ്പോഴും ഞാൻ ഉണ്ടാക്കാറുണ്ട് മന്തിക്ക്. പിന്നെ മയോണൈസ് ഞാൻ ഇന്നൊരു ഹെൽത്തി മയോണൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. മന്തി ഉണ്ടാക്കാൻ അതിന് മുകളിൽ കുറച്ച് മഞ്ഞൾ കലക്കിയിട്ട് ഒഴിക്കുന്നുണ്ട്. അത് നമ്മൾ റൈസിന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിലവരൊക്കെ ഇതിന് മുകളിൽ മുളകൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ വെക്കാറൊന്നുമില്ല. അപ്പോൾ ഞാനിതാ കുക്കർ ഓണാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പണി ഏതായാലും കഴിഞ്ഞു. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരു വിസിൽ ചെയ്യിക്കാം. എന്നിട്ട് ഞാൻ സ്റ്റൗ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഇൻഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒന്നുകൂടി ചൂട് കയറും കേട്ടോ. ടോമ് വാവാ പൊങ്ങിയോ? ഓക്കെ, റെസ്റ്റ് എടുത്താൽ പറഞ്ഞാടാ. ഗുഡ് നൈറ്റ് പറഞ്ഞോളാ. ബൈ ബൈ. ഓയിൽ അധികം ഒഴിക്കാതെ ഉള്ള മയോണൈസ് ഉണ്ടല്ലോ, അത് യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്യാണ്. ബോയിൽഡ് എഗ്ഗ് വെച്ചിട്ട് ചെയ്യാന്നുള്ളത് കണ്ട് വീഡിയോ. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. കുറച്ച് ഉപ്പും വിനെഗറും പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചാൽ മതി. എന്ന് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല തിക്ക് പേസ്റ്റ് രൂപത്തിൽ തന്നെ കിട്ടും. കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്, ഹെൽത്തിയും ആണല്ലോ. എനിക്കിഷ്ടമായി. ഞാനിനി ഇതായിരിക്കും ട്രൈ ചെയ്യുക. കാരണം നമുക്ക് മയോണൈസ് എന്ന് പറയുമ്പോൾ ടെൻഷനാണല്ലോ, ഈവൻ തടി കൂടുന്നതിലും എല്ലാത്തിലും മയോണൈസ്. പക്ഷെ നമുക്കാണെങ്കിലും മയോണൈസ് ഇല്ലാതെ പറ്റൂല. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്താൽ മതിയേ. ഞാൻ പിന്നെ പണിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ ലൈസോൾ ഇട്ടോ ജസ്റ്റ് ഒന്ന് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടക്കും. കാരണം ഇവിടെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സ്മെല്ലാണ്. നമ്മൾ കംപ്ലീറ്റ് വിൻഡോവും ഡോറൊക്കെ ക്ലോസ്ഡ് ആണല്ലോ ഇവിടെ. പിന്നെ നമ്മൾ ഇവിടുത്തെ എപ്പോഴും ലൈസോൾ ഇട്ടിട്ട് ടേബിളും എല്ലായിടവും ഒന്ന് തുടക്കാറുണ്ട്. അപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ ഞങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് നമ്മളെ സ്പൈസസിൻ്റെ കാര്യം തന്നെയാണ്. അപ്പോൾ അതിട്ട് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് നമ്മൾ ആ സ്പൈസസ്, നമ്മളെ ഇന്ത്യൻ സ്പൈസസിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് നമ്മളെ ഡ്രസ്സിലും ഇതിലൊക്കെ പിടിക്കും. അപ്പോൾ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് കുക്ക് ചെയ്യാറ്. അങ്ങനെയാണെങ്കിൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഭയങ്കര നമ്മളെ സ്മെല്ല് അറിയില്ല, പക്ഷെ പുറത്തുള്ളവർക്ക് നല്ലോണം സ്മെല്ല് പിടിക്കുവേ. ഇതാണ് നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ കുക്കറിൽ ആയതുകൊണ്ട് തന്നെ നല്ലോണം അത് കുക്കായി വരും. അതായത് റൈസ് ചിക്കനും കൂടി ആ ഫ്ലേവർ കറക്റ്റ് വരുവേ. ഞാൻ ഇതല്ലാത്ത രീതിയിലും ചിക്കൻ പൊരിച്ചിട്ടുള്ള രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനേക്കാളും ഇഷ്ടമായത് ഇങ്ങനെയാണ്. ഇതെൻ്റെ ഉമ്മ എനിക്ക് പറഞ്ഞു തന്ന റെസിപ്പിയാണ്. ഉമ്മ നാട്ടിലെപ്പോഴും ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനെയാണ്. അപ്പം ഞാൻ ഉമ്മയുടെ മന്തി റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത്. എനിക്കിതാണ് കേട്ടോ ഒന്നുകൂടി ഇഷ്ടം. അപ്പോൾ സെമി ഇതാ പുറത്തുനിന്ന് മഞ്ഞൊക്കെ കോരി നല്ല ടയേർഡായിട്ടാണ് വന്നത്. പ്ലസ് ജോലിയും കൂടി കഴിഞ്ഞ് വന്നതല്ലേ, അപ്പോൾ റെസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നല്ലോണം വിശക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് സെർവ് ചെയ്യാണ്. ടാനിക്കും ഇതിനിടെ തന്നെ ഞാൻ കൊടുക്കും കേട്ടോ. കാരണം അവനിതിൻ്റെ ഇടയിൽ കൊടുത്തു കഴിഞ്ഞാലാണ് എനിക്ക് പിന്നെ എനിക്ക് ഫ്രഷ് ആവാനുണ്ട്, എൻ്റെ പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് പിന്നെ ഇപ്പം തന്നെ ഒന്നും അവൻ ഉറങ്ങൂല. ഉച്ചക്ക് ഉറക്കം ഇപ്പം കുറവാണ്. അപ്പോൾ കുറച്ചൊന്ന് വൈകിട്ടാണ് അവൻ ഉറങ്ങുള്ളൂ. അപ്പോൾ അവൻ്റെ ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റപ്പോഴും സ്നോ നിന്നിട്ടില്ല കേട്ടോ. ഇപ്പോഴും സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വൈകുന്നേരം ആയിട്ടുണ്ട്, ചായ കുടിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പം ഞാനിതാ ചായക്ക് പഴംപൊരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് സ്നോ ആയതുകൊണ്ട് ഇന്ന് ഷോപ്പ് പോയിട്ടില്ല. അപ്പോൾ ഏതായാലും സെമിയുടെ ഫേവറേറ്റ് ആണ് പഴംപൊരി.
അപ്പോൾ ഒന്ന് അതുണ്ടാക്കിയിട്ടുണ്ട്. ഇതേ സ്നോയിൽ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ കുറേ നേരം ഒന്നും നിൽക്കാൻ പറ്റില്ല, നല്ല തണുപ്പാണ്. അപ്പോൾ നമുക്കിതാ വേഗം ഡോർ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഉള്ളിലോട്ട് നല്ല തണുപ്പടിക്കുവേ. അപ്പോൾ ഇതാ പുറത്ത് നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണയും നമുക്ക് നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളിവിടെ ഉള്ളവർ പറയുന്നത് നമ്മൾ ഈ നിൽക്കുന്ന ഏരിയയിൽ ഭയങ്കര മഞ്ഞ് കൂടുതലുള്ള സ്ഥലമാണ്. പക്ഷേ കഴിഞ്ഞ വർഷം മഞ്ഞ് കുറവായിരുന്നേ. ഇത്തവണ ഇനി എന്താവും അറിയില്ല, ഇത് ഫസ്റ്റ് സ്നോ ആണല്ലോ. അപ്പോൾ ഇന്ന് രാത്രിക്കൊക്കെ വേറെ കുക്ക് ചെയ്യാനോ ഒന്നുമില്ല, ഉച്ചയ്ക്കുള്ള മന്തിയാണ് രാത്രിയും കഴിക്കുന്നത്. അങ്ങനെ രാത്രി വേറെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ കുക്ക് ചെയ്യാറുണ്ട്, ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ. പക്ഷെ ഇന്ന് ഇത് മതിയെന്ന് സെമി പറഞ്ഞപ്പോൾ പിന്നെ ഏതായാലും കുക്ക് ചെയ്യാനൊന്നും നിന്നില്ല. ഇനി ടാനിനും കൊണ്ടുള്ള കുറച്ച് ക്വാളിറ്റി ടൈമാണ് കേട്ടോ ഞങ്ങൾക്ക്. രാത്രിയാണല്ലോ സെമിയും വീട്ടിലുണ്ടാവാറ്. അപ്പോൾ ഇതാ ഞങ്ങൾ ഡിഷ് വാഷറൊക്കെ എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ലാസ്റ്റ് രാത്രിയാണ് കേട്ടോ റൺ ചെയ്യിക്കുന്നത്. ഫുള്ള് കഴിഞ്ഞിട്ട് രാത്രിയേ ചെയ്യാറുള്ളൂ. ഇന്ന് വീഡിയോ എടുക്കുന്നത് പെട്ടെന്നുണ്ടായതായിരുന്നു. ഫസ്റ്റ് സ്നോ നിങ്ങളെയും കാണിക്കണം എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു വീഡിയോ ആണെങ്കിൽ എടുത്തത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.